അരുണം സ്കൂൾ ഓഫ് മിസ്റ്റിസിസം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ജ്യോതിശാസ്ത്ര ചിന്തയിൽ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത് ജാമോപോൽ ആരൂഢ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയമാണ്. ജാമോപോൽ ആരൂഢ പ്രശ്നം, ഇതിനു മുമ്പ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. എന്താണ് ജാമോപോൽ ആരൂഢ പ്രശ്നം എന്ന് അറിയുവാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണുവാൻ സാധിക്കും. നമ്മുടെ പ്ലേലിസ്റ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ജ്യോതിശാസ്ത്രം അറിയാവുന്നവർക്കൊക്കെ സുപരിചിതമാണ് നമ്മുടെ കേരളീയ മെത്തേഡിൽ കബഡി പ്രശ്നം എന്നുള്ളത്. നമ്മൾ പ്രശ്നചിന്തയ്ക്ക്, താൽക്കാലിക പ്രശ്നചിന്തയ്ക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി മെത്തേഡുകൾ പ്രശ്നചിന്തയിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ പൂർവികർ, ഇന്നും പ്രയോജനപ്പെടുത്തി വരുന്നു. അപ്പോൾ അക്കൂട്ടത്തിൽ വരുന്ന വളരെ പ്രാധാന്യമുള്ള, ഒരുപക്ഷെ പ്രശ്നചിന്തയുടെ രാജാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മെത്തേഡാണ് ജാമോപോൽ ആരൂഢ പ്രശ്നം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മാർഗത്തിലൂടെയാണ് ജാമോപോൽ പ്രശ്നചിന്ത നടത്തുന്നത്. അതിന് പ്രത്യേകം ആരൂഢ ക്രമങ്ങളുണ്ട്. ജാമോപോൽ ഗ്രഹങ്ങളെ പ്രത്യേക രീതിയിൽ, ഇവിടെ കാണുന്നത് പോലെ പ്രത്യേക രീതിയിൽ വിന്യസിപ്പിച്ചുകൊണ്ട് നമ്മുടെ സാധാരണ രാശിചക്രത്തിന് പുറത്ത് ജാമോപോൽ ആരൂഢ ചക്രം തന്നെ വരച്ചുകൊണ്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രഡിക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് നമുക്ക് ചെറിയൊരു മെത്തേഡ് പരിചയപ്പെടാം, ചെറിയൊരു വിഷയം പരിചയപ്പെടാം. ജാമോപോൽ ആരൂഢ പ്രശ്നം നമ്മുടെ കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് കുറച്ചുകൂടി അത് ഉറപ്പിക്കുന്നതിനും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. നഷ്ടവസ്തു, അല്ലെങ്കിൽ ഒരു വസ്തു നഷ്ടപ്പെട്ടാൽ പലതരത്തിൽ നഷ്ടപ്പെടാം. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും വീണ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ആ വ്യക്തി തന്നെ എവിടെയെങ്കിലുമൊക്കെ മറന്നു വെച്ചിട്ട് അങ്ങനെ കാണാതാകാം. അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അപഹരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കള്ളന്മാരുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു നഷ്ടവസ്തുവിനെ കുറിച്ചുള്ളൊരു ചിന്തയിൽ വിവിധ വിഷയങ്ങളാകാം നഷ്ടവസ്തുവായിട്ട് വരിക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ട് ഒരു വ്യക്തി പ്രശ്നചിന്തയായിട്ട് വരുന്നു. നമ്മൾ പ്രശ്നം ചിന്തിക്കുന്നത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, എവിടെയാണ് നഷ്ടപ്പെട്ടത്, ആരാണ് എടുത്തിട്ടുള്ളത്, തിരിച്ചു കിട്ടുമോ, തിരിച്ചു കിട്ടില്ലയോ എന്നുള്ള വിവിധ വിഷയങ്ങൾ, വിവിധ ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരും. അപ്പോൾ അതിലേക്കൊക്കെ ആൻസറിലേക്ക് വരുമ്പോൾ ഇവിടെ ജാമോപോൽ പ്രശ്നചിന്തയിലൂടെ നമുക്കൊരു പ്രശ്നചിന്ത ചിന്തിക്കാം. അത്തരത്തിൽ ഇതൊരു നഷ്ടപ്രശ്നചിന്ത, നമ്മൾ പ്രശ്നചിന്ത നടത്തിയ സമയത്തെ ആരൂഢ ചക്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ജാമോപോലിൽ വളരെയധികം പ്രാധാന്യമാണ് ഏതൊരു പ്രശ്നചിന്തയിലും ഉദയം എന്നുള്ളത്. ഉദയ ആരൂഢം, ഇവിടെ നോക്കുക, ഉദയ ആരൂഢം ചിങ്ങം വന്നിരിക്കുന്നു. അതുകൂടാതെ നമ്മുടെ ആരൂഢം എന്ന് പറയുന്നത്, ആ സമയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ആരൂഢം എന്ന് പറയുന്നത് മിഥുന രാശിയാണ്. അതായത് ഉദയത്തിൻ്റെ 11 ആരൂഢം വന്നിരിക്കുന്നു അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം ലാഭം, വരവ് ഒക്കെ വരുന്ന 11ാം ഭാവം, സർവാഭീഷ്ട സ്ഥാനം. അപ്പോൾ എന്തോ അത്തരത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം, ആരൂഢം ചോദ്യത്തെ സൂചിപ്പിക്കുന്നു അല്ലേ, ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒപ്പം നോക്കുക, ആരൂഢത്തിൽ നമ്മുടെ ജാമോപോൽ ഗ്രഹം ഏതാണ് നിൽക്കുന്നത്, ഗുരുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗുരു എന്ന് പറയുന്ന പ്ലാനറ്റ് ധനത്തെ സൂചിപ്പിക്കുന്നു, ധനപരമായിട്ടുള്ള വിഷയങ്ങൾ, സമ്പത്ത്. ഒപ്പം തന്നെ സ്വർണം പോലുള്ള വിഷയങ്ങൾ, ഗോൾഡ് ഓർണമെന്റ്സിൽ വരുന്നില്ല, ഗോൾഡ് എന്നുള്ള വിഷയവും ഗുരുവിലേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് ആരൂഢമായിട്ട് ബന്ധപ്പെടുന്നത് തന്നെ ചോദ്യം ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വ്യക്തിയുടെ സമ്പത്തോ ധനമോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നോക്കുക, ഒരു നഷ്ടപ്രശ്നത്തിൽ വളരെ പ്രാധാന്യമാണ് അഷ്ടമഭാവത്തിനുള്ളത്. 8ാം ഭാവം നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള കണക്ഷൻ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുക, വളരെ സിമ്പിളായിട്ട് ഉദയത്തിൻ്റെ അഷ്ടമം എന്ന് പറയുന്നത് മീനരാശിയാണ്. അഷ്ടമത്തിൽ നമ്മൾ ജാമോപോൽ ഗ്രഹത്തെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രനെ കാണാം. ശുക്രൻ എന്തിനെ സൂചിപ്പിക്കുന്നത്, കാരകത്വം വരുന്നു. ഇവിടെ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ സ്വർണ്ണാഭരണം. തീർച്ചയായിട്ടും ഇതൊരു വ്യക്തിയുടെ, ഒരു സ്ത്രീയാണ് ഇവിടെ പ്രശ്നത്തിലേക്ക് വന്നിട്ടുള്ളത്. ആ വ്യക്തിയുടെ സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. അപ്പോൾ വളരെ കൃത്യമായിട്ട് അഷ്ടമഭാവത്തിൽ ആ കണക്ടിവിറ്റി ഒന്ന് ബന്ധം വന്നു അല്ലേ. തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ആ നഷ്ടപ്പെട്ട വസ്തു എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ തിരിച്ചു കിട്ടുമോ എന്നുള്ള ചോദ്യത്തിലേക്കൊക്കെ നമ്മൾ ചിന്തയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി, ആ വ്യക്തി തന്നെ എവിടെയെങ്കിലും ഈ വസ്തു മറന്നു വെച്ചിട്ടുണ്ട് എങ്കിൽ, മറന്നു വെച്ചതാണ് ഇപ്പോഴത്തെ ചോദ്യത്തിലേക്ക് വരാൻ കാരണമെങ്കിൽ സ്വാഭാവികമായിട്ടും 4ാം ഭാവ കണക്ടിവിറ്റി വളരെ പ്രാധാന്യം. 4ാം ഭാവം. ഒപ്പം തന്നെ ആരെങ്കിലും അപഹരിച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ 6ാം ഭാവ കണക്ടിവിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുണ്ടാകും. അതല്ല
ഈ വ്യക്തി തന്നെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞതാണെങ്കിൽ അല്ലേ, കളഞ്ഞതാണെങ്കിൽ സ്വാഭാവിക അഷ്ടമഭാവബന്ധവും കാണിക്കും. അപ്പോൾ സ്വാഭാവിക ഇവിടെ നമ്മൾ ചിന്തിച്ച് നോക്കുക, ഉദയത്തിൻ്റെ 4 എന്ന് പറയുന്നത് വൃശ്ചിക രാശി വരുന്നത്, അതിൻ്റെ അധിപൻ ചൊവ്വയാണ്. നോക്കുക, ചൊവ്വ എവിടെ നമ്മുടെ ജാമക്കോൽ ഗ്രഹത്തിൽ ഉദയത്തിൻ്റെ 12 പതനസ്ഥാനം വീഴ്ച നഷ്ടത്തിൻ്റെ സ്ഥാനത്ത് പോയി നിൽക്കുന്നു അല്ലേ. 4ാം ഭാവാധിപൻ ഉദയം കടന്നു നിൽക്കുന്നു. നമ്മൾ ജാമക്കോൽ അസ്ട്രോളജിയിൽ പറയുമ്പോൾ ഉദയം കടന്നു നിൽക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞുപോയ കാര്യം, ഉദയം കടന്നു നിൽക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ കാര്യം. അപ്പോൾ ഈ വ്യക്തി എന്താണ് മറന്നു വെച്ചതാണ് എന്നുള്ള ശക്തമായിട്ടുള്ള സൂചന ഇവിടെ ചൊവ്വയെ കൊണ്ട് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇവിടെ ഈ സ്ത്രീ എന്താണ്, ഈ ആഭരണം മറന്നു വയ്ക്കുക തന്നെയാണ് സംഭവിച്ചത്. നോക്കൂ, എവിടെ വെച്ചായിരിക്കാം ഈ സംഭവം നടന്നതല്ലേ. ഉദയം കാട്ടിത്തരി എവിടെ വെച്ചാണ് ഇങ്ങനെ സംഭവം നടന്നത്? ഉദയം ചിങ്ങരാശി, ചിങ്ങരാശിക്ക് പറഞ്ഞതുപോലുള്ള ഒരു സ്ഥലത്താണ്. ചിങ്ങരാശി സിംഹം അല്ല, സിംഹം, മലകൾ, കുന്നിൻ പ്രദേശങ്ങൾ, വളരെ ഹൈറ്റുള്ള സ്ഥലങ്ങൾ, സൂര്യൻ അല്ലെ, സൂര്യനാണ് അധിപൻ. അപ്പോൾ സൂര്യൻ ഉയർന്ന ഭാഗങ്ങൾ നോക്കുക, ഉദയത്തിലേക്ക് സൂര്യൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ സൂര്യൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് അവിടെ വരുന്നു. ചിങ്ങരാശി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഉയർന്ന പ്രദേശങ്ങൾ, അല്ലെങ്കിൽ സൂര്യൻ അതിൻ്റെ അധിപനായതുകൊണ്ട് തന്നെ ശിവൻ, ശിവക്ഷേത്രങ്ങൾ തുടങ്ങിയുള്ള ആലയങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ചിങ്ങരാശിക്ക് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് നഷ്ടപ്പെട്ടത് അല്ലേ. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ കയ്യിൽ മറവി ഉണ്ടല്ലേ. മറവി വന്ന കാര്യം ഉദയത്തിൻ്റെ 5 മനസ്ഥാനത്ത് ആര് വരുന്നു? ഗുളിയൻ വരുന്നു. അകത്തില് ഗുളിയനും ഒപ്പം തന്നെ പുറത്ത് 12ാം അധിപനായിട്ടുള്ള ചന്ദ്രൻ അല്ലെ, വീഴ്ച പതനത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രനും വന്നു. തീർച്ചയായിട്ടും ഇവർ മറന്നു വെച്ചതാണ്, ഒരു സ്ഥലത്ത് മറന്നു വെച്ചതാണ് എന്നുള്ള ശക്തമായിട്ടുള്ള സൂചന. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ആരെങ്കിലും കവർ ചെയ്യപ്പെട്ടതാണോ? അല്ല, കവർ ചെയ്യപ്പെട്ടതല്ല. ഈ വ്യക്തി കൊണ്ട് കളഞ്ഞതുമല്ല, വേണമെന്ന് വെച്ചാൽ കളഞ്ഞതൊന്നുമല്ല, അറിയാതെ എവിടെയോ മറന്നു വെച്ചതാണ് ഈ വിഷയം എന്ന് പറയുന്നത്. സ്വാഭാവികം നോക്കുക, ഇവിടെ 12 കവിപ്പ് വന്നു. കവിപ്പിന് ജാമക്കോലാരുടെ പ്രശ്നത്തിൽ വളരെയധികം പ്രാധാന്യമായിട്ടാണ് ഉള്ളത്. അപ്പോൾ കവിപ്പ് ഇതിൻ്റെ ശക്തമായിട്ടുള്ള സൂചന കാണിക്കുന്നു. അപ്പോൾ പതനസ്ഥാനം 12ലാണ് കവിപ്പ്. 12 കുഴപ്പമുണ്ട്, വളരെ ഗൗരവമായിട്ടുള്ള കുഴപ്പം. അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടു പോയതിൻ്റെ സൂചന കവിപ്പ് കാണിക്കുന്നു. തീർച്ചയായിട്ടും അവിടെയും ഉള്ളിൽ നോക്കുക, ഉള്ളിൽ കവിപ്പിൽ ആര് വന്നു? ശുക്രൻ വന്നു അല്ലേ, സ്വർണ്ണാഭരണം. അവിടെയും വളരെ ശക്തമായിട്ട് നമുക്ക് ആ സൂചനകൾ നൽകുന്നത് നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെ കുറിച്ചുള്ള വിഷയത്തിൽ. പിന്നീട് തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ഇവിടെ നോക്കുക, ശക്തമായിട്ട് കവിപ്പിലായി വരുന്നു ഈ 4ാം ഭാവാധിപൻ. 4ാം ഭാവാധിപനാണ്, 4ാം ഭാവമാണ് നഷ്ടവസ്തു തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിൽ വളരെ പ്രധാനമായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും 4ാം ഭാവാധിപൻ തന്നെ കവിപ്പിൽ പോയതുകൊണ്ടല്ലേ, കവിപ്പിൽ 4ാം ഭാവാധിപൻ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വസ്തു തിരിച്ചു കിട്ടില്ല എന്നുള്ളത് ഉറപ്പ്. 12 നഷ്ടപ്പെട്ടു പോയി, ഇനി തിരിച്ച് കിട്ടില്ല. നഷ്ടപ്പെട്ട് തന്നെയാണ് ഈ ആഭരണം തിരിച്ച് കിട്ടില്ല എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള സൂചന നമുക്ക് 4ാം ഭാവാധിപനെ കൊണ്ട് പറയുവാൻ സാധിക്കും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് കിട്ടില്ല എന്ന് വരുന്നു. ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വ്യക്തി, ഈ സ്ത്രീ ഒരു യാത്ര ചെയ്യുമ്പോൾ, അത് സാധാരണ യാത്രയില്ല, ഒരു ആത്മീയ സ്ഥലത്ത് സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി തിരിച്ചു വരുന്ന അവസരത്തിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഇവർ ധരിച്ചിരുന്ന ആഭരണം, ഇവർ കഴുത്തിൽ ധരിച്ചിരുന്ന ആഭരണം മാലയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ ബാഗ് കാര്യങ്ങളൊക്കെ ഇവർ നിലത്ത് വെക്കുകയും അതിൽ നിന്ന് ഇതൊക്കെ കാര്യങ്ങൾ എടുത്തിരിക്കുന്നു. ആ അവസരത്തിൽ ഇവരുടെ അറിയാതെ നഷ്ടപ്പെട്ടതാകെ ഇവർ അറിഞ്ഞിരുന്നില്ല. ആ സമയത്ത് അങ്ങനെയൊക്കെ എടുത്തിട്ട് ആ ബാഗ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ബസ് വന്നു. ഇവർ ബസ്സിലേക്ക് കയറുന്നു. ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രാവൽ ചെയ്ത് കുറേ ദൂരം എത്തിയതിനു ശേഷമാണ് ഇവർക്ക് ശ്രദ്ധയിൽപ്പെടുന്നത് നഷ്ടപ്പെട്ടു എന്നുള്ളത്, ഈ ആഭരണം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. അവർ നോക്കി, പക്ഷേ സാധനം എന്താണ് പിന്നീട് തിരിച്ച് കിട്ടിയിട്ടില്ല, ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് തിരിച്ച് കിട്ടില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള സൂചന ഇവിടെ വന്നു. ചൊവ്വ ഇവിടെ 4ാം ഭാവൻ്റെ കണക്ട് ചെയ്യുന്നത് ഇവരുടെ വേഗത, എടുത്തുചാട്ടം, പെട്ടെന്നുള്ള പ്രവൃത്തികൾ മൂലമാണ്. ചൊവ്വയുടെ ആയിട്ടുള്ള നേച്ചർ, ചൊവ്വയുടെ എനർജി ആണ് ഇവിടെ കാരണമായിട്ട് വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സും കുഴപ്പത്തിലായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു അല്ലേ. 12ാം ഭാവം മാനസികമായിട്ട് അവർ ആ ഒരു അവസ്ഥയിലാവുകയും ആ മറവി സംഭവിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇവിടെ നഷ്ടപ്പെട്ടതും. അവർ പെട്ടെന്ന് ഇപ്പോൾ ബസ്സൊക്കെ വന്ന സമയത്ത് ഇവർ പെട്ടെന്ന് ബാഗൊക്കെ എടുത്തിട്ട് ഓടിയ സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് ആഭരണം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. നല്ല തിരക്കേറിയ ബസ് സ്റ്റോപ്പാണ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. എന്തായാലും മറ്റാർക്കും കിട്ടി, പക്ഷെ ഇവർക്ക് തിരിച്ചത് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് ഈ വിഷയത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒട്ടേറെ വിഷയങ്ങൾ ഇവിടെ നഷ്ടവസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒട്ടേറെ പോയിന്റുകൾ നമ്മൾ ഇതിൽ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഏതൊരു വിഷയവും വളരെ ലളിതമായിട്ട് നമുക്ക് കണ്ടെത്തുവാനും അതിൻ്റെ പരിഹാരാദി വിഷയങ്ങളൊക്കെ കടക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തഡാണ് ജാമക്കോൽ ആരുടെ പ്രശ്നം. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടി ഇത് പങ്കുവെച്ചെന്ന് മാത്രം. ജാമക്കോൽ ആരുടെ പ്രശ്നം പഠിക്കുവാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാണ്. ജാമക്കോൽ ആരുടെ പ്രശ്നം ഓൺലൈൻ ക്ലാസ് ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട്
പ്രശ്നചിന്ത പഠിക്കാം. വളരെ ലളിതമായിട്ട് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഏതൊരു വ്യക്തിക്കും അത്യാവശ്യം ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ബേസിക് അറിവുകൾ ഉള്ളവർക്ക് വളരെ വേഗം തന്നെ പഠിച്ച് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്ക് മറ്റൊരു ടൂൾ തന്നെ ആവശ്യമില്ല, ഒരു ടൂൾ ആവശ്യമില്ല. കബഡിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ടൂളുകൾ ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ടാണ്, ഗ്രഹസ്ഥിതിയും ഒപ്പം തന്നെ ചാമക്കോൽ ഗ്രഹസ്ഥിതിയും വെച്ചുകൊണ്ടാണ് പ്രഡിക്ഷൻ നടത്തുന്നത്. അതിൻ്റെ മെത്തേഡുകൾ പഠിച്ചാൽ മതി. ഒരുപാട് കണക്ക് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പഠിക്കേണ്ടതില്ല. ഇപ്പോൾ പിന്നെ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ഈ കാൽക്കുലേഷൻ നമുക്ക് എടുക്കുവാനായിട്ട് ചാമക്കോൽ ആരൂഢത്തിൻ്റെ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ വേഗം തന്നെ നമുക്ക് ചാർട്ട് എടുക്കുവാനും ഒരു വിഷയം വേഗം കൈകാര്യം ചെയ്യുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗം പഠിക്കുവാനും വളരെ വേഗം പ്രായോഗികമാക്കാൻ സാധിക്കുന്ന ഒരു മെത്തഡാണ് ചാമക്കോൽ ആരൂഢ പ്രശ്നം. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.